സ്കൂൾ തുടങ്ങി ദേ രണ്ടാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ചയാണ് ട്ടോ ഇന്ന്. അപ്പോൾ ദേ ആദ്യം ഇക്ക പാല് വാങ്ങിക്കാൻ പോയിട്ടാ. ഞാൻ വേഗം സാമ്പാർ വെക്കാമെന്ന് കരുതി. ഇഡലി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഉച്ചത്തേക്ക് സാമ്പാറും ആയി രാവിലത്തേക്കും ആയില്ലോ. അപ്പോൾ വേഗം ദേ പരിപ്പ് വേവിക്കാൻ ഇട്ടു ട്ടാ. ഇത് പരിപ്പ് നല്ലോണം ഇങ്ങനെ പതഞ്ഞ് പോവാ കേട്ടോ കുക്കറിൽ വെക്കുമ്പോൾ. കുക്കറിൻ്റെ കംപ്ലൈൻറ്റാ തോന്നുന്നു. അപ്പോൾ അതിന് 2 അടി കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ദേ വേഗം ചായ വെക്കാൻ നിന്നു. പരിപ്പ് അവിടെ വെന്തോളും. ആ ടൈമിൽ വേഗം ചായ കുടിക്കാമെന്ന് കരുതി. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ദേ മാവിൽ ഉപ്പൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനന്ന് കൊടൈക്കനാൽ പോയ സമയത്ത് അവർ ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഇല്ലേ റൗണ്ടിൽ അരിഞ്ഞെടുക്കുക കേട്ടോ. അതായത് നമ്മൾ വരിക്കാനല്ല ഫ്രൈ ചെയ്യില്ലേ അതുപോലെ അതിൻ്റെ കുറച്ചുകൂടി കട്ടിക്ക് ഒന്ന് അരിഞ്ഞെടുക്കുക. അപ്പോൾ വേഗം വെന്തോളും. കാണാനും നല്ല രസമുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കഴിക്കുമ്പോൾ ഒരു സുഖമല്ലേ, കഷ്ണങ്ങളിലൊരു ചേഞ്ചൊക്കെ വരുമ്പോൾ. അങ്ങനെ അതൊക്കെ വേവിക്കുക കേട്ടോ. പുളിവെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ വേവിക്കാൻ വെക്കുക സാമ്പാറിന് ആദ്യം. ആദ്യമൊന്നും അങ്ങനെയായിരുന്നില്ല, ഇപ്പം അങ്ങനെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയി തോന്നിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ തേങ്ങ വറുത്തരച്ചു, അതൊക്കെ വെച്ചു, താളിക്കലും കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇഡലിയൊക്കെ അവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാർ താളിക്കുന്ന സമയത്ത് സാമ്പാർ പൊടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താളിക്കുമ്പോൾ ടേസ്റ്റ് കുറച്ചുകൂടി കൂടും കേട്ടോ. അങ്ങനെ സ്കൂളിലേക്കുള്ള ഇഡലി ഉണ്ടെന്ന് വാങ്ങി കൊണ്ടുപോകണം. അപ്പോൾ അവനിക്കുള്ളത് റെഡിയാക്കിയിട്ട് അതും റെഡിയാക്കി. ഇനി എല്ലാ പണിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ എൻ്റെ അടുക്കള കിടക്കണ കോലമാണ് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. നല്ല പണിയുണ്ട്. എല്ലാം കഴിയുമ്പോൾ ഇതായിരിക്കും കിച്ചൻ്റെ അവസ്ഥ കേട്ടോ. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നേരെ പോയി കുളിയും കഴിഞ്ഞു. കുളി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഇനി കഴിക്കാൻ പോകും. കഷ്ണങ്ങളിലൊന്നും ഉപ്പും മുളകൊന്നും പിടിച്ചിട്ടുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് ഞാൻ ഉച്ചയ്ക്കാണ് ട്ടോ എടുക്കുള്ളൂ. ഇപ്പോൾ ചാറ് മാത്രം നിറയെ ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കണം കേട്ടോ. അതാണ് ട്ടോ എനിക്കിഷ്ടം. നേരെ സിറ്റൗട്ടിൽ പോയിരിക്കും കേട്ടോ. ഡൈനിങ് ടേബിളിലോ ഇവിടെ ഇരിക്കില്ല കേട്ടോ. TV കണ്ടിട്ട് ഇരിക്കില്ല. നേരെ സിറ്റൗട്ടിൽ ഇവിടെ വന്നിരുന്ന് റോട്ടിലേക്ക് നോക്കി ഇങ്ങനെ ഇരുന്ന് കഴിക്കും കേട്ടോ.